ഡോക്ടേഴ്സ് ലൈവ് 90.8 റേഡിയോ മീഡിയ വില്ലേജും ചെത്തിപ്പുഴ സെന്റ് തോമസ് ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തത്സമയ ജനകീയ ആരോഗ്യ പരിപാടി ഡോക്ടേഴ്സ് ലൈവ്. രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ലാബ് ടെസ്റ്റുകൾ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ലാബ് ടെസ്റ്റുകളുടെ പ്രസക്തി പലർക്കും അറിയില്ല. ഗുണനിലവാരമില്ലാത്ത ലാബുകളിൽ ടെസ്റ്റ് ചെയ്യുന്നത് വലിയ ദുരന്തത്തിന് കാരണമാകുന്നുവെന്ന് പലരും ചിന്തിക്കാറേയില്ല. ഈ വിഷയത്തിൽ സമഗ്ര അറിവ് നൽകാൻ പ്രമുഖ പതോളജിസ്റ്റ് ഡോക്ടർ ആശ അസീസ് തത്സമയം എത്തുന്നു. സംഭാഷണം സജീവമാക്കാൻ സബിയും. ഡോക്ടേഴ്സ് ലൈവ് ഇന്ന് വൈകുന്നേരം 5:30 തത്സമയം കേൾക്കാൻ മറക്കരുത്. അറിയാം പറയാം, ഇമ്പമോടെ കേൾക്കാം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഡോക്ടേഴ്സ് ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടേഴ്സ് ലൈവ് 90.8 റേഡിയോ മീഡിയ വില്ലേജും ചെത്തുപുഴ സെന്റ് തോമസ് ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തത്സമയ ജനകീയ ആരോഗ്യ പരിപാടിയാണ്. ഡോക്ടേഴ്സ് ലൈവിൽ ഇന്ന് തത്സമയം നമ്മളോടൊപ്പം ഡോക്ടർ ആശ അസീസ്. ഡോക്ടർ പ്രമുഖയായ പത്തോളജിസ്റ്റാണ്. ഡോക്ടർ സ്വാഗതം ഡോക്ടേഴ്സ് ലൈവിലേക്ക്. നന്ദി. ഡോക്ടർ, നമ്മൾ ലാബ് ടെസ്റ്റുകളുടെ സാധ്യതകളും രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ലാബ് ടെസ്റ്റുകൾ എങ്ങനെ സഹായിക്കുന്നു എന്ന വിശദമായ ഒരു ചർച്ചയാണ് ഇന്ന് നടത്താൻ പോകുന്നത്. ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0481-272-0040. നമ്പർ ഒരിക്കൽ കൂടി 0481-272-0040. ആദ്യത്തെ എന്റെ ചോദ്യത്തിലേക്ക്, മേഡം, എന്തിനാണ് നമ്മൾ ലാബ് ടെസ്റ്റുകൾ നടത്തേണ്ടത്? 60% തൊട്ട് 70% വരെ രോഗനിർണയവും ചികിത്സാ രീതിയും തീരുമാനിക്കപ്പെടുന്നത് ലാബ് ടെസ്റ്റുകളെ ആസ്പദമാക്കിയാണ്. രക്തപരിശോധനയിലൂടെ ഡോക്ടർമാർക്ക് രോഗവും അതിന്റെ അവസ്ഥയും എങ്ങനെയുള്ളതാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഒരു പരിധിവരെ രോഗികൾക്ക് രക്തപരിശോധന അനിവാര്യമാണ്. ഉദാഹരണത്തിന് വൃക്ക, കരള്, ഹൃദയം തുടങ്ങിയ അവയവങ്ങളുടെ പ്രവർത്തനം നടക്കുന്നുണ്ടോ എന്ന് വിലയിരുത്താനും, അതുപോലെ തന്നെ ക്യാൻസർ, എയ്ഡ്സ്, പ്രമേഹം, രക്തക്കുറവ്, ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനും അവയ്ക്ക് വേണ്ട മരുന്നുകൾ നൽകുന്നതിനും ഈ മരുന്നുകൾ രോഗികൾക്ക് എത്രത്തോളം ഫലപ്രദമാകുന്നു എന്ന് അറിയാനും നമുക്ക് സാധിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ലാബ് ടെസ്റ്റുകൾ വളരെ സഹായിക്കുന്നുണ്ട് എന്നല്ലേ ഡോക്ടർ പറഞ്ഞതിനർത്ഥം? അത് ശരിയാണ്. നമ്മളോടൊപ്പം ഡോക്ടർ ആശ അസീസ് ആണ് തത്സമയം. ലാബ് ടെസ്റ്റുകളുടെ സാധ്യതകളും രോഗനിർണയത്തിനും അതുപോലെ തന്നെ രോഗമില്ലാതാക്കുന്നതിനും അതിന്റെ ചികിത്സയ്ക്കുമൊക്കെ ലാബ് ടെസ്റ്റുകൾ എങ്ങനെ സഹായിക്കുമെന്നതിനെക്കുറിച്ചുള്ള സമഗ്രമായ ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0481-272-0040. ഡോക്ടർ, യഥാർത്ഥത്തിൽ ടെസ്റ്റുകൾക്ക് വരുമ്പോൾ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇതൊരു നല്ലൊരു ചോദ്യമാണ്. പ്രധാനമായും ഭക്ഷണം കഴിക്കാതെ ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകളുണ്ട്. ഒന്ന് കൊളസ്ട്രോളിന് വേണ്ടിയുള്ള ടെസ്റ്റുകൾ, പിന്നെ ബ്ലഡ് ഷുഗർ ടെസ്റ്റുകൾ. ഭക്ഷണം കഴിക്കാതെ വരിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളോ മറ്റു പാനീയങ്ങളോ കഴിക്കാൻ പാടില്ല. എന്നാൽ ചിലവർക്ക് ഇതറിയത്തില്ല ഈ കാര്യം. എന്ന് വെച്ചാൽ അധികമായി വെള്ളം കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഫാസ്റ്റിംഗിലാണെങ്കിലും. ഇതെന്തെന്ന് വെച്ചാൽ BP താഴെ പോകാതെ ഇത് സഹായിക്കുന്നു ബ്ലഡ് എടുക്കുന്ന സമയത്ത്. പിന്നെ കൊളസ്ട്രോളിന് 12 മണിക്കൂർ വരെയും ബ്ലഡ് ഷുഗർ ടെസ്റ്റുകൾക്കാണെങ്കിൽ 8 മണിക്കൂർ വരെയും ഫാസ്റ്റിംഗ് അനിവാര്യമാണ്. ഡോക്ടർ, ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നു ആ ചോദ്യത്തിന് തീർത്തും ശരിയായ ഒരു ഉത്തരം താങ്കൾ നൽകിയെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ഒരു സംശയമുള്ളത് എന്താണെന്നറിയോ? ഇപ്പം പ്രമേഹത്തിന്റെ കാര്യമെടുക്കുക, കൊളസ്ട്രോളിന്റെ കാര്യമെടുക്കുക, തൈറോയിഡിന്റെ, ഇതിന്റെയൊക്കെ ഒരു നോർമൽ വാല്യൂ എത്രയാണെന്ന് ഒരു മനുഷ്യനും ഇപ്പൊ അറിയില്ല. എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. ഊതി പെരുപ്പിച്ചു വെച്ചിരിക്കുന്ന ചില കണക്കുകളുണ്ട്. 100 ആവാൻ പാടില്ല, 105 ആവാൻ പാടില്ല, 80 ആവാൻ പാടില്ല. ആകെ കൺഫ്യൂസ്ഡ് ആണ് ആളുകൾ. യഥാർത്ഥ നോർമൽ വാല്യൂ എന്താണ്? ബ്ലഡ് ഷുഗർ ടെസ്റ്റുകൾ എന്ന് വെച്ചാൽ 3 തരമുണ്ട്. റാൻഡം ബ്ലഡ് ഷുഗർ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, പിന്നെ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ. റാൻഡം ബ്ലഡ് ഷുഗർ ആണെങ്കിൽ ഒരു 80 to 160 വരെ നോർമൽ വാല്യൂ ആണ്. എന്നാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണെങ്കിൽ അതിന്റെ നോർമൽ വാല്യൂ 70 to 100 ആണ്. പക്ഷെ ഇപ്പം സംശയം എന്ന് വെച്ചാൽ ഇപ്പം 101 തൊട്ട് 126 ഇതൊക്കെ വരെ ആണെങ്കിൽ ഇവർക്ക് പ്രഥമ പ്രമേഹം ഉണ്ടെന്ന് അനുമാനിക്കാം. അതുപോലെ തന്നെ 126 കൂടുതലാണെങ്കിൽ പ്രമേഹം ഉണ്ടെന്ന് തന്നെ സ്ഥാപിക്കാൻ പറ്റും.
പിന്നെ PPBS ഇതിന്റെ നോർമൽ വാല്യൂ 140 താഴെയാണ് ആയിരിക്കേണ്ടത്. തിരികെ എത്താം ശ്രോതാക്കളെ ഡോക്ടേഴ്സ് ലൈവിലേക്ക്. ചെത്തുപുഴ സെന്റ് തോമസ് ഹോസ്പിറ്റലും റേഡിയോ മീഡിയ വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തത്സമയ ജനകീയ ആരോഗ്യ പരിപാടി തുടരുന്നു. നമ്മളോടൊപ്പം ഡോക്ടർ ആശാസീസ്. ഡോക്ടർ, നമ്മൾ ലാബ് ടെസ്റ്റുകൾ എന്തിനു നടത്തണം, എന്തിനു വേണ്ടി ലാബ് ടെസ്റ്റുകൾ നടത്തുന്നു, എന്തൊക്കെ ലാബ് ടെസ്റ്റുകളാണ് നടത്തേണ്ടത്, ഏത് രോഗത്തിന്റെ നിർണയവും രോഗചികിത്സയ്ക്കുമാണ് ലാബ് ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നത് തുടങ്ങിയ വിവരങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബ്ലഡ് ഷുഗറിനെ കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ നോർമൽ വാല്യൂവിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. കൊളസ്ട്രോളിന്റെയും തൈറോയിഡിന്റെയും കാര്യം അറിയാൻ ധാരാളം ശ്രോതാക്കൾ ഇപ്പൊ കാത്തിരിക്കുകയാണ്. കൊളസ്ട്രോളിന്റെയും തൈറോയിഡിന്റെയും ഒരു നോർമൽ വാല്യൂ എത്രയാണ്? കൊളസ്ട്രോൾ ടെസ്റ്റ്, അതായത് ലിപ്പിഡ് പ്രൊഫൈൽ, ഇതിൽ നമുക്ക് 4 വിഭാഗമുണ്ട്. ടോട്ടൽ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, HDL പിന്നെ LDL. ടോട്ടൽ കൊളസ്ട്രോളിന്റെ നോർമൽ വാല്യൂ 200 താഴെ ആയിരിക്കണം. ട്രൈഗ്ലിസറൈഡ്സ് ആണെങ്കിൽ 150 താഴെ. HDL മോർ ദാൻ 50, അതായത് ഇറ്റ് ഈസ് എ ഗുഡ് കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ ആണത്. പിന്നെ LDL ബാഡ് കൊളസ്ട്രോൾ ആണ്, അതുകൊണ്ട് അത് 100 താഴെ ആയിരിക്കണം. പിന്നെ തൈറോയിഡ് ലെവൽസിൽ വരുവാണെങ്കിൽ നമുക്ക് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റിൽ T3 ഉണ്ട്, T4, പിന്നെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. T3 ആണെങ്കിൽ 0.8 മുതൽ 1.8 വരെ വരാം. പിന്നെ T4 ആണെങ്കിൽ 5 മുതൽ 12.2. പിന്നെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണെങ്കിൽ 0.3 to 5.2. തീർച്ചയായും ഇങ്ങനെയൊക്കെ കൃത്യമായ അളവുകളൊക്കെ ഉണ്ട്. പക്ഷെ പല ആളുകളും രോഗികളായിട്ടുള്ളവർ ആശുപത്രി വരുമ്പോൾ പറയാറുള്ള ഒരു കാര്യം, മാഡം എനിക്ക് ഏറ്റവും വില കുറഞ്ഞ ടെസ്റ്റ് മതി. അത്തരത്തിൽ ചില പരാമർശങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ആളുകൾ അങ്ങനെ പറയുക? അതുകൊണ്ട് അത്തരം ടെസ്റ്റുകൾ, അതായത് പണം താരതമ്യേന കുറവുള്ള ടെസ്റ്റുകൾ നടത്തുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടോ? ഇല്ല, അതിൽ നിന്നും നമുക്ക് ഗുണമൊന്നും ഇല്ല. കാരണം നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ രോഗം നിർണയിക്കുകയാണ്. അപ്പൊ രോഗം നിർണയിക്കണമെങ്കിൽ നമ്മൾ കുറഞ്ഞ ടെസ്റ്റ് അല്ല നോക്കേണ്ടത്, വില കൂടിയതാണെങ്കിലും നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. തീർച്ചയായും. അങ്ങനെയെങ്കിൽ മറ്റൊരു ചോദ്യത്തിലേക്ക്, ക്ഷമിക്കണം, മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് എലീസ ടെസ്റ്റ്. എന്താണ് എലീസ ടെസ്റ്റ്? എന്താവശ്യത്തിനാണ് അത് ഉപയോഗിക്കുന്നത്? എലൈസ എന്നത് ഒരു ചുരുക്കനാമമാണ്. വിപുലീകരിച്ച് പറയുകയാണെങ്കിൽ എലൈസ എന്നാൽ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് ആസേ. ഈ ടെസ്റ്റിലൂടെ രോഗികളുടെ സാമ്പിളിലെ പ്രതിരക്ഷോത്തേജ വസ്തു, അതായത് ആന്റിജൻ അല്ലെങ്കിൽ ദോഷവസ്തുക്കളുടെ വീര്യം കെടുത്തുന്ന വസ്തു, അതായത് ആന്റിബോഡി എന്നിവയുടെ സാന്നിധ്യം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്നു. ഈ ടെസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രത്യേകമായ ആന്റിബോഡീസ് ആണ്. ഇവകൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വസ്തുക്കൾ സാമ്പിളിൽ ഉണ്ടെങ്കിൽ, അതായത് ആന്റിജൻ അല്ലെങ്കിൽ ആന്റിബോഡി, അതുമായി കൂടിച്ചേർന്ന് ഒരു പ്രത്യേക നിറം തരുന്നതാണ്. ഈ നിറത്തിന്റെ അളവിൽ നിന്നും നമുക്ക് നേരത്തെ പറഞ്ഞ വസ്തുക്കളുടെ അളവും തിരിച്ചറിയാൻ പറ്റുന്നു. അതുകൊണ്ട് രോഗികളിൽ ഈ രോഗത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എലൈസ രോഗം ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. ഡോക്ടർ, അങ്ങനെയെങ്കിൽ രക്തദാനത്തിന് വരുമ്പോൾ തയ്യാറായി വരുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? രക്തദാനത്തിന് മെയിനായിട്ട് പൊതുവെ നമ്മൾ പറയുന്നത് ഒരു വയസ്സ് ഉണ്ട്, ഒരു വയസ്സ് ഗ്രൂപ്പ്, അതായത് 18 വയസ്സ് മുതൽ 55 വയസ്സ് വരെ മരുന്നുകളൊന്നും എടുക്കാത്ത ആരോഗ്യമുള്ള ആർക്കും രക്തം ദാനം ചെയ്യാം. പിന്നെ വെയിറ്റ് നോക്കുവാണെങ്കിൽ ഒരു 45 കിലോ മുതൽ വെയിറ്റ് ഉള്ളവർക്ക്, അതായത് സ്ത്രീ പുരുഷ ഭേദം അങ്ങനെയൊന്നും വ്യത്യാസമില്ല, അവർക്കും രക്തദാനം ചെയ്യാവുന്നതാണ്. പിന്നെ പ്രത്യേക അസുഖങ്ങൾ, സാധാരണഗതിയിൽ കാണുന്ന പ്രമേഹം, രക്തസമ്മർദ്ദം, വൃക്ക സംബന്ധമായ അസുഖങ്ങൾ, ഹൃദ്രോഗം, ഇതൊന്നും ഇല്ലാത്ത ആർക്ക് വേണമെങ്കിലും രക്തം ദാനം ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ജോണ്ടിസ്. മിക്കവർക്കും സംശയമുള്ള ഒരു അസുഖം. മഞ്ഞപ്പിത്തം വരുന്നവരെ വർഷങ്ങളോളം നമ്മൾ രക്തം ദാനം ചെയ്യുന്നത് ഒഴിവാക്കും. കാരണം ചില പ്രധാനമായ അസുഖങ്ങൾ, ഉദാഹരണത്തിന് ഹെപ്പറ്റൈറ്റിസ് ബി, രക്തത്തിലൂടെ പകരാൻ സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനത്തെ വരെ ഒഴിവാക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, രക്തദാനം ചെയ്യുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് തലേ ദിവസം അധികമായ വെള്ളവും കുടിച്ചിട്ട് വരുന്നത് നല്ലതായിരിക്കും. കാരണം BP താന്നു പോകാതെ ഇത് സഹായിക്കും. പിന്നെ കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ 24 മണിക്കൂർ മുമ്പ് വരെ ഒഴിവാക്കണം. പിന്നെ രാത്രിയിൽ നല്ലപോലെ ഉറങ്ങുക, ശരീരത്തിന് നല്ല വിശ്രമം നൽകുക. പിന്നെ രക്തദാനത്തിന് വരുന്നതിന് മുമ്പ്
3 മണിക്കൂർ മുമ്പ് തന്നെ ഭക്ഷണം കഴിച്ചിരിക്കുന്നതാണ് നല്ലത്. പിന്നെ മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ 12 മണിക്കൂർ മുമ്പ് വരെ മദ്യം എടുക്കാൻ പാടില്ല. തലേദിവസം പുകവലിയും പാടില്ല രക്തദാനം ചെയ്യുകയാണെങ്കിൽ. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി കേൾക്കാം മനോഹരമായ ഗാനം. അറിയാം പറയാം ഇമ്പമോടെ കേൾക്കാം. തിരികെ എത്താൻ ശ്രോതാക്കളെ ഡോക്ടേഴ്സ് ലൈവിലേക്ക്. ചെത്തിപ്പുഴ സെന്റ് തോമസ് ഹോസ്പിറ്റലും റേഡിയോ മീഡിയ വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തത്സമയ ജനകീയ ആരോഗ്യ പരിപാടി തുടരുന്നു. ഡോക്ടേഴ്സ് ലൈവിൽ തത്സമയം നമ്മളോടൊപ്പം ഡോക്ടർ ആശ അസീസ്. ഡോക്ടർ, നമ്മൾ വിശദമായി ലാബ് ടെസ്റ്റുകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, സാധാരണ നാട്ടിൽ കൂണ് പോലെ ധാരാളം ലാബുകൾ മുളച്ചു പൊങ്ങുന്നുണ്ട്. എന്തുകൊണ്ട് ചെത്തുപുഴ സെന്റ് തോമസ് ഹോസ്പിറ്റൽ പോലെ അന്തർദേശീയ നിലവാരമുള്ള ഒരു ഹോസ്പിറ്റലിൽ ഒരു ലാബ് ടെസ്റ്റ് സെന്ററിൽ നമ്മൾ രക്തമാണെങ്കിലും മൂത്രമാണെങ്കിലും ടെസ്റ്റ് ചെയ്യണം? ബ്ലഡ് ടെസ്റ്റുകളുടെ ചാർജ് നോക്കിയായിരിക്കരുത് ഒരു രോഗി ലാബ് തെരഞ്ഞെടുക്കേണ്ടത്. കാരണം 75% തീരുമാനങ്ങളും ഡോക്ടർമാർ ലാബ് റിസൾട്ടുകളിൽ കൂടെയാണ് ആസ്പദമാക്കിയാണ് രോഗം നിർണയിക്കുന്നത്. അതുകൊണ്ട് അന്തർദേശീയ നിലവാരമുള്ള, അതായത് അംഗീകരിക്കപ്പെട്ട ലാബുകൾ വേണം തെരഞ്ഞെടുക്കാൻ. ഉദാഹരണത്തിന് ISO സർട്ടിഫിക്കേഷൻ ഇതുള്ള ലാബുകൾ. ഇവകൾ പൊതുവെ സാങ്കേതികമായി യോഗ്യതയുള്ളതും അതുപോലെ കൃത്യമായിട്ടുള്ള ഹൈ ക്വാളിറ്റി റിസൾട്ട്സും കാലിബ്രേഷൻ രേഖകളും നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് സർട്ടിഫൈഡ് ലാബുകളുടെ റിസൾട്ട്സ് രോഗികൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ തൃപ്തികരവുമാണ്. മാഡം, അങ്ങനെയെങ്കിൽ പുറത്തുനിന്ന് വരുന്നവർക്ക് ഈ ടെസ്റ്റുകൾ നടത്താൻ ചെത്തുപുഴ സെന്റ് തോമസ് ഹോസ്പിറ്റലിൽ സാധ്യമാവുമോ? അതിനുള്ള അവസരം അവർക്ക് ലഭിക്കുമോ? പുറമെയുള്ള ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം രക്തപരിശോധനയ്ക്ക് വരുന്ന രോഗികളുണ്ട് ചെത്തിപ്പുഴ ആശുപത്രിയിൽ. പക്ഷെ അവർക്ക് പരിശോധനകൾക്കൊന്നും നിയന്ത്രണമൊന്നും തന്നെ ഇല്ല. ഈ ആശുപത്രിയിലെ ലാബ് ടെസ്റ്റുകളുടെ ചാർജ് തന്നെയാണ് പുറത്തുനിന്നും വരുന്ന രോഗികൾക്കും നമ്മൾ ഈടാക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് ചാർജ് വർധനവോ അങ്ങനെയൊന്നുമില്ല? പ്രത്യേക ചാർജുകളോ പുറത്തുനിന്ന് ഉള്ളവരോട് പ്രത്യേക സമീപനമോ അങ്ങനെയൊന്നുമില്ല? ഇല്ലില്ല. അപ്പോൾ ശ്രോതാക്കളെ, നമുക്ക് ഈ വിഷയത്തിൽ സമഗ്രമായ അറിവ് നൽകാൻ നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ ആശ അസീസ്. മേഡം പത്തോളജി ഡിപ്പാർട്ട്മെന്റിലെ ഹെഡാണ്. ഇവിടെ എത്താൻ മനസ്സ് കാണിച്ചതിന് ഒത്തിരി നന്ദി. നമ്മുടെ ചർച്ച തുടരും ഒരു പാട്ട് കേട്ടതിനു ശേഷം. അറിയാം പറയാം ഇമ്പമോടെ കേൾക്കാം. തിരികെ എത്താം ശ്രോതാക്കളെ ഡോക്ടേഴ്സ് ലൈവിലേക്ക്. ചെത്തുപുഴ സെന്റ് തോമസ് ഹോസ്പിറ്റലും റേഡിയോ മീഡിയ വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തത്സമയ ജനകീയ ആരോഗ്യ പരിപാടി തുടരുന്നു. ഡോക്ടേഴ്സ് ലൈവിൽ തത്സമയം നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ ആഷ അസീസ്. പത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഡോക്ടർ ഇവിടെ എത്തിയിരിക്കുന്നത്. ഡോക്ടർ, നമുക്ക് വളരെ വ്യാപകമായ അർത്ഥത്തിൽ നമ്മളുടെ ചർച്ച നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഏറെ വൈകിയിരിക്കുന്നു. പക്ഷേ സമഗ്രമായ ചർച്ചയ്ക്ക് ഇനിയും പല ചോദ്യങ്ങളും ആവശ്യമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മൂത്രവും മലവും ഒക്കെ പരിശോധനയ്ക്കായി കൊണ്ടുവരുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? മൂത്ര പരിശോധനയ്ക്കായി ഡോക്ടർ നിർദ്ദേശിക്കുന്ന രോഗികൾ അവരെന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിർദ്ദേശിക്കുന്ന ഡോക്ടറോട് ഉടൻ തന്നെ അറിയിക്കേണ്ടതാണ്. കാരണം ചില മരുന്നുകൾ മൂത്ര പരിശോധനാ ഫലത്തെ ബാധിക്കാം. പിന്നെ പലതരത്തിലുള്ള മൂത്ര പരിശോധനകളുണ്ട്. എന്നാൽ പല പരിശോധനകൾക്കും ആവശ്യമായി വരുന്ന മൂത്രത്തിന്റെ അളവും വ്യത്യസ്തമായിരിക്കും. ചിലതിന് 10 ml വരെ മതിയായിരിക്കും. പക്ഷെ ചിലതിന് 20 ml വരെ അളവ് വേണ്ടി വരുന്ന മൂത്ര പരിശോധനകളും ഉണ്ട്. സാധാരണയായി ചെയ്യുന്ന യൂറിൻ റൂട്ടീൻ ടെസ്റ്റുകൾ, പിന്നെ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ്, ഇവകൾക്കെല്ലാം ശുദ്ധമായ രാവിലത്തെ ആദ്യത്തെ സാമ്പിൾ ആണ് ഉത്തമം. എന്നാൽ യൂറിൻ കൾച്ചർ ആണെങ്കിൽ രാവിലത്തെ ആദ്യത്തെ സാമ്പിൾ തന്നെ വേണം ടെസ്റ്റിന് കൊണ്ടുവരാൻ. മാഡം, ഇവിടെ ഈ ടെസ്റ്റുകളൊക്കെ റിപ്പോർട്ടുകൾ എപ്പോഴാണ് കിട്ടുന്നത്? പലർക്കും അറിയാൻ മേലാത്ത ഒരു സംശയമാണിത്. കാരണം പലരും വളരെയധികം സംശയത്തോടെയാണ്. ചില ടെസ്റ്റുകൾക്ക് പെട്ടെന്ന് കിട്ടുമെന്ന് പറയും, ചിലത് 2 ദിവസം എടുക്കുമെന്ന് പറയും. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മിക്ക ടെസ്റ്റുകളുടെയും റിസൾട്ട് 2 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ലഭിക്കുന്നതാണ്. ഒരാഴ്ചയോ അതിൽ കൂടുതൽ സമയമോ എടുക്കുന്ന ചില ടെസ്റ്റുകളും ഉണ്ട്. ഉദാഹരണത്തിന് ബയോപ്സി റിസൾട്ട്സ്. ഇത് 5 തൊട്ട് 7 ദിവസം വരെ താമസം വരാം, ചെറിയ ബയോപ്സി സാമ്പിൾ ആണെങ്കിൽ. പിന്നെ വലിയ ബയോപ്സി സാമ്പിൾ ആണെങ്കിൽ അതിലും കൂടുതൽ സമയം എടുക്കാം. പിന്നെ റുട്ടീൻ കൾച്ചർ ടെസ്റ്റുകൾ, മൂത്രത്തിൽ പഴുപ്പ് പോലുള്ള അസുഖങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകൾ. ഇതിന്റെ റിസൾട്ട് മിനിമം 3 ഡേയ്സ് വേണ്ടിവരും. പിന്നെ നമ്മുടെ ലാബിൽ ചെയ്യാത്ത ചില പ്രത്യേകമായ ടെസ്റ്റുകളാണെങ്കിൽ അത് വെളിയിൽ പരിശോധനയ്ക്കായി കൊടുക്കുമ്പോൾ 10 അതിൽ കൂടുതലോ ദിവസങ്ങൾ വേണ്ടിവരാം. തീർച്ചയായും അങ്ങനെ സമയം വളരെയധികം ആവശ്യം വരുന്ന ടെസ്റ്റുകളുമുണ്ട്. അതല്ലാതെ വളരെ വേഗത്തിൽ ലഭിക്കുന്ന ടെസ്റ്റുകളുമുണ്ട്. പല ശ്രോതാക്കളും രോഗികളായിട്ട് വരുന്നവരൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടാറുണ്ട്. എങ്കിലും ശ്രോതാക്കളെ അറിയുക, ഇതിന്റെ ലാബിന്റെ
കൃത്യമായ നടത്തിപ്പിന് വേണ്ടിയും ലാബ് ടെസ്റ്റുകളുടെ കൃത്യതയ്ക്ക് വേണ്ടിയുമാണ് സമയം ലാഗ് ചെയ്യുന്നത്, അല്ലാതെ ഒരിക്കലും ഒരു രോഗിയെ ബുദ്ധിമുട്ടിക്കണം എന്ന് കരുതിയല്ല. ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 90.8 റേഡിയോ മീഡിയ വില്ലേജിൽ ഡോക്ടേഴ്സ് ലൈവ്. ഡോക്ടേഴ്സ് ലൈവ് തുടരും. ഒരു പാട്ട് കേട്ടതിന് ശേഷം അറിയാം പറയാം ഇമ്പമോടെ കേൾക്കാം. തിരികെത്താം ശ്രോതാക്കളെ ഡോക്ടേഴ്സ് ലൈവിലേക്ക്. ചെത്തുപുഴ സെന്റ് തോമസ് ഹോസ്പിറ്റലും റേഡിയോ മീഡിയ വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തത്സമയ ജനകീയ ആരോഗ്യ പരിപാടി തുടരുന്നു. ഡോക്ടേഴ്സ് ലൈവിൽ തത്സമയം നമ്മളോടൊപ്പം ഡോക്ടർ ആശ അസീസ്. പത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഡോക്ടർ തത്സമയ സംഭാഷണത്തിനായി 90.8 റേഡിയോ മീഡിയ വില്ലേജിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഡോക്ടർ, നമുക്ക് സമയമൊക്കെ അവസാനിക്കാറായിരിക്കുന്നു. 1 മണിക്കൂർ സമയത്തോളമായി നമ്മൾ വിശദമായി ലാബ് ടെസ്റ്റുകളെ കുറിച്ച് സംസാരിച്ചു. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ശ്രോതാക്കളോട് ഡോക്ടറിന് പങ്കുവെക്കാനുള്ള സന്ദേശം എന്താണ്? പണ്ടത്തെ കാലം അപേക്ഷിക്കുകയാണെങ്കിൽ ഇന്ന് പ്രായഭേദമന്യേ ഏത് വ്യക്തികൾക്കും പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെടാറുണ്ട്. പണ്ട് ഇത്രയും വലിയ സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് കുറച്ച് രോഗങ്ങൾ അപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ ആ അവസ്ഥ മാറി. ഇന്ന് ഇത്രയും അഡ്വാൻസ്ഡ് ടെക്നിക്സ് ഉള്ളപ്പോൾ നമ്മൾ തീർച്ചയായും ഡോക്ടർ നിർദ്ദേശിക്കുന്ന ലാബ് ടെസ്റ്റുകൾ ചെയ്യാൻ നിർബന്ധിതരാണ്. ഇത് രോഗിക്ക് തീർച്ചയായും ഗുണം ചെയ്യുകയും അവർക്ക് തക്ക സമയത്ത് വേണ്ട ചികിത്സ നമുക്ക് നൽകാൻ സാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ലാബ് ടെസ്റ്റുകൾ അനിവാര്യമാണ്. ഡോക്ടർ, ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചോദ്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ ലാബ് ടെസ്റ്റുകളൊക്കെ നടത്തുന്നതിൽ എന്തെങ്കിലും സങ്കീർണതയുണ്ടാവാൻ സാധ്യതയുണ്ടോ? ആ ചോദ്യം കൂടി ചോദിച്ചാലേ നമ്മളുടെ ചർച്ച സമഗ്രമാവൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലാബ് പരിശോധനയിലെ സങ്കീർണതയെപ്പറ്റി പറയുകയാണെങ്കിൽ മിക്ക രോഗികൾക്കും ഉള്ള ഒരു സംശയമാണ്. ആദ്യം ഡോക്ടർ കാണുമ്പോൾ കുറച്ച് ടെസ്റ്റിന് എഴുതുന്നു, പിന്നെ റിസൾട്ടുമായി പോകുമ്പോൾ വീണ്ടും അടുത്ത ടെസ്റ്റ് കൂടി പറയുന്നു. ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ രോഗിയുടെ രോഗനിർണയത്തിന് വേണ്ടി തന്നെയാണ്. പല രോഗങ്ങൾക്കും ഒരേ രോഗലക്ഷണങ്ങൾ കാണിക്കാൻ കഴിയും. ഉദാഹരണത്തിന് തലവേദന, തലകറക്കം. ഇത് രക്തസമ്മർദ്ദമുള്ളവർക്കും BP താഴുന്നവർക്കും പിന്നെ തലച്ചോറിൽ മുഴയുള്ളവർക്കും വരെ കാണാം. ഇവയെല്ലാം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ഡോക്ടർ ചിലപ്പോൾ ആദ്യം ലളിതമായ ടെസ്റ്റ് നിർദ്ദേശിക്കാം. പിന്നെ ലാബ് ടെസ്റ്റിന് അനുസരിച്ചായിരിക്കും അടുത്ത ടെസ്റ്റുകൾ വല്ലതും വേണ്ടി വരുമോ എന്ന് ഡോക്ടർ തീരുമാനിക്കുന്നത്. തീർച്ചയായും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് അതിനോടൊക്കെ സമരസപ്പെടാനും ടെസ്റ്റുകളൊക്കെ ചെയ്യാനുമുള്ള മനസ്സ് കാണിക്കാം. അതൊരു പക്ഷേ നമ്മളുടെ ജീവിതത്തെ, രോഗനിർണയത്തെയൊക്കെ നന്നായി സഹായിക്കും. ഡോക്ടർ ഇവിടെ എത്താൻ മനസ്സ് കാണിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദി. ശ്രോതാക്കളെ, ഡോക്ടേഴ്സ് ലൈവിന് അനുവദിച്ച സമയം അവസാനിക്കാറായിരിക്കുന്നു. ഡോക്ടേഴ്സ് ലൈവിൽ തത്സമയം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ആശ അസീസ്. താങ്ക് യു വെരി മച്ച് മാഡം. ഇവിടെ എത്താൻ മനസ്സ് കാണിച്ചതിന് സാങ്കേതിക സഹായം നൽകിയത് കെ വിപിൻ രാജാണ്. സർഗാത്മക സഹായം നൽകിയത് ചെത്തുപുഴ സെന്റ് തോമസ് ഹോസ്പിറ്റലിന്റെ PRO ആദരണീയനായ പോളാണ്. ഇവർക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വിട പറഞ്ഞു പിരിയുന്നു. നിങ്ങളുടെ സ്വന്തം സബി. അറിയാം പറയാം ഇമ്പമോടെ കേൾക്കാം. ഡോക്ടേഴ്സ് ലൈവ് 90.8 റേഡിയോ മീഡിയ വില്ലേജും ചെത്തിപ്പുഴ സെന്റ് തോമസ് ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തത്സമയ ജനകീയ ആരോഗ്യ പരിപാടി ഡോക്ടേഴ്സ് ലൈവ്. രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ലാബ് ടെസ്റ്റുകൾ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ലാബ് ടെസ്റ്റുകളുടെ പ്രസക്തി പലർക്കും അറിയില്ല. ഗുണനിലവാരമില്ലാത്ത ലാബുകളിൽ ടെസ്റ്റ് ചെയ്യുന്നത് വലിയ ദുരന്തത്തിന് കാരണമാകുന്നുവെന്ന് പലരും ചിന്തിക്കാറേയില്ല. ഈ വിഷയത്തിൽ സമഗ്ര അറിവ് നൽകാൻ പ്രമുഖ പതോളജിസ്റ്റ് ഡോക്ടർ ആശ അസീസ് തത്സമയം എത്തുന്നു. സംഭാഷണം സജീവമാക്കാൻ സബിയും. ഡോക്ടേഴ്സ് ലൈവ് ഇന്ന് വൈകുന്നേരം 5:30 തത്സമയം കേൾക്കാൻ മറക്കരുത്. അറിയാം പറയാം ഇമ്പമോടെ കേൾക്കാം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഡോക്ടേഴ്സ് ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടേഴ്സ് ലൈവ് 90.8 റേഡിയോ മീഡിയ വില്ലേജും ചെത്തുപുഴ സെന്റ് തോമസ് ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തത്സമയ ജനകീയ ആരോഗ്യ പരിപാടിയാണ്. ഡോക്ടേഴ്സ് ലൈവിൽ ഇന്ന് തത്സമയം നമ്മളോടൊപ്പം ഡോക്ടർ ആശ അസീസ്. ഡോക്ടർ പ്രമുഖയായ പത്തോളജിസ്റ്റാണ്. ഡോക്ടർ സ്വാഗതം ഡോക്ടേഴ്സ് ലൈവിലേക്ക്. നന്ദി. ഡോക്ടർ, നമ്മൾ ലാബ് ടെസ്റ്റുകളുടെ സാധ്യതകളും രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ലാബ് ടെസ്റ്റുകൾ എങ്ങനെ സഹായിക്കുന്നു എന്ന വിശദമായ ഒരു ചർച്ചയാണ് ഇന്ന് നടത്താൻ പോകുന്നത്. ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0481-272-0040. നമ്പർ ഒരിക്കൽ കൂടി 0481-272-0040. ആദ്യത്തെ എന്റെ ചോദ്യത്തിലേക്ക്,
മേഡം, എന്തിനാണ് നമ്മൾ ലാബ് ടെസ്റ്റുകൾ നടത്തേണ്ടത്? 60% തൊട്ട് 70% വരെ രോഗനിർണയവും ചികിത്സാ രീതിയും തീരുമാനിക്കപ്പെടുന്നത് ലാബ് ടെസ്റ്റുകളെ ആസ്പദമാക്കിയാണ്. രക്തപരിശോധനയിലൂടെ ഡോക്ടർമാർക്ക് രോഗവും അതിന്റെ അവസ്ഥയും എങ്ങനെയുള്ളതാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഒരു പരിധിവരെ രോഗികൾക്ക് രക്തപരിശോധന അനിവാര്യമാണ്. ഉദാഹരണത്തിന് വൃക്ക, കരള്, ഹൃദയം തുടങ്ങിയ അവയവങ്ങളുടെ പ്രവർത്തനം നടക്കുന്നുണ്ടോ എന്ന് വിലയിരുത്താനും അതുപോലെ തന്നെ ക്യാൻസർ, എയ്ഡ്സ്, പ്രമേഹം, രക്തക്കുറവ്, ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനും അവയ്ക്ക് വേണ്ട മരുന്നുകൾ നൽകുന്നതിനും ഈ മരുന്നുകൾ രോഗികൾക്ക് എത്രത്തോളം ഫലപ്രദമാകുന്നു എന്ന് അറിയാനും നമുക്ക് സാധിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ലാബ് ടെസ്റ്റുകൾ വളരെ സഹായിക്കുന്നുണ്ട് എന്നല്ലേ ഡോക്ടർ പറഞ്ഞതിനർത്ഥം? അത് ശരിയാണ്. നമ്മളോടൊപ്പം ഡോക്ടർ ആശ അസീസ് ആണ് തത്സമയം. ലാബ് ടെസ്റ്റുകളുടെ സാധ്യതകളും രോഗനിർണയത്തിനും അതുപോലെ തന്നെ രോഗമില്ലാതാക്കുന്നതിനും അതിന്റെ ചികിത്സയ്ക്കുമൊക്കെ ലാബ് ടെസ്റ്റുകൾ എങ്ങനെ സഹായിക്കുമെന്നതിനെക്കുറിച്ചുള്ള സമഗ്രമായ ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 048127200040. ഡോക്ടർ, യഥാർത്ഥത്തിൽ ടെസ്റ്റുകൾക്ക് വരുമ്പോൾ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇതൊരു നല്ലൊരു ചോദ്യമാണ്. പ്രധാനമായും ഭക്ഷണം കഴിക്കാതെ ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകളുണ്ട്. ഒന്ന് കൊളസ്ട്രോളിന് വേണ്ടിയുള്ള ടെസ്റ്റുകൾ, പിന്നെ ബ്ലഡ് ഷുഗർ ടെസ്റ്റുകൾ. ഭക്ഷണം കഴിക്കാതെ വരിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളോ മറ്റു പാനീയങ്ങളോ കഴിക്കാൻ പാടില്ല. എന്നാൽ ചിലവർക്ക് ഇതറിയത്തില്ല ഈ കാര്യം. എന്ന് വെച്ചാൽ അധികമായി വെള്ളം കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഫാസ്റ്റിംഗിലാണെങ്കിലും. ഇതെന്തെന്ന് വെച്ചാൽ BP താഴെ പോകാതെ ഇത് സഹായിക്കുന്നു ബ്ലഡ് എടുക്കുന്ന സമയത്ത്. പിന്നെ കൊളസ്ട്രോളിന് 12 മണിക്കൂർ വരെയും ബ്ലഡ് ഷുഗർ ടെസ്റ്റുകൾക്കാണെങ്കിൽ 8 മണിക്കൂർ വരെയും ഫാസ്റ്റിംഗ് അനിവാര്യമാണ്. ഡോക്ടർ, ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നു ആ ചോദ്യത്തിന് തീർത്തും ശരിയായ ഒരു ഉത്തരം താങ്കൾ നൽകിയെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ഒരു സംശയമുള്ളത് എന്താണെന്നറിയോ? ഇപ്പം പ്രമേഹത്തിന്റെ കാര്യമെടുക്കുക, കൊളസ്ട്രോളിന്റെ കാര്യമെടുക്കുക, തൈറോയിഡിന്റെ, ഇതിന്റെയൊക്കെ ഒരു നോർമൽ വാല്യൂ എത്രയാണെന്ന് ഒരു മനുഷ്യനും ഇപ്പൊ അറിയില്ല. എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. ഊതി പെരുപ്പിച്ചു വെച്ചിരിക്കുന്ന ചില കണക്കുകളുണ്ട്. 100 ആവാൻ പാടില്ല, 105 ആവാൻ പാടില്ല, 80 ആവാൻ പാടില്ല. ആകെ കൺഫ്യൂസ്ഡ് ആണ് ആളുകൾ. യഥാർത്ഥ നോർമൽ വാല്യൂ എന്താണ്? ബ്ലഡ് ഷുഗർ ടെസ്റ്റുകൾ എന്ന് വെച്ചാൽ 3 തരമുണ്ട്. റാൻഡം ബ്ലഡ് ഷുഗർ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, പിന്നെ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ. റാൻഡം ബ്ലഡ് ഷുഗർ ആണെങ്കിൽ ഒരു 80 to 160 വരെ നോർമൽ വാല്യൂ ആണ്. എന്നാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണെങ്കിൽ അതിന്റെ നോർമൽ വാല്യൂ 70 to 100 ആണ്. പക്ഷെ ഇപ്പം സംശയം എന്ന് വെച്ചാൽ ഇപ്പം 101 തൊട്ട് 126 ഇതൊക്കെ വരെ ആണെങ്കിൽ ഇവർക്ക് പ്രഥമ പ്രമേഹം ഉണ്ടെന്ന് അനുമാനിക്കാം. അതുപോലെ തന്നെ 126 കൂടുതലാണെങ്കിൽ പ്രമേഹം ഉണ്ടെന്ന് തന്നെ സ്ഥാപിക്കാൻ പറ്റും. പിന്നെ PPBS, ഇതിന്റെ നോർമൽ വാല്യൂ 140 താഴെയാണ് ആയിരിക്കേണ്ടത്. തിരികെ എത്താം ശ്രോതാക്കളെ ഡോക്ടേഴ്സ് ലൈവിലേക്ക്. ചെത്തുപുഴ സെന്റ് തോമസ് ഹോസ്പിറ്റലും റേഡിയോ മീഡിയ വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തത്സമയ ജനകീയ ആരോഗ്യ പരിപാടി തുടരുന്നു. നമ്മളോടൊപ്പം ഡോക്ടർ ആശ അസീസ്. ഡോക്ടർ, നമ്മൾ ലാബ് ടെസ്റ്റുകൾ എന്തിനു നടത്തണം, എന്തിനു വേണ്ടി ലാബ് ടെസ്റ്റുകൾ നടത്തുന്നു, എന്തൊക്കെ ലാബ് ടെസ്റ്റുകളാണ് നടത്തേണ്ടത്, ഏത് രോഗത്തിന്റെ നിർണയവും രോഗചികിത്സയ്ക്കുമാണ് ലാബ് ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നത് തുടങ്ങിയ വിവരങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബ്ലഡ് ഷുഗറിനെ കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ നോർമൽ വാല്യൂവിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. കൊളസ്ട്രോളിന്റെയും തൈറോയിഡിന്റെയും കാര്യമറിയാൻ ധാരാളം ശ്രോതാക്കൾ ഇപ്പൊ കാത്തിരിക്കുകയാണ്. കൊളസ്ട്രോളിന്റെയും തൈറോയിഡിന്റെയും ഒരു നോർമൽ വാല്യൂ എത്രയാണ്? കൊളസ്ട്രോൾ ടെസ്റ്റ്, അതായത് ലിപ്പിഡ് പ്രൊഫൈൽ, ഇതിൽ നമുക്ക് 4 വിഭാഗമുണ്ട്. ടോട്ടൽ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, HDL പിന്നെ LDL. ടോട്ടൽ കൊളസ്ട്രോളിന്റെ നോർമൽ വാല്യൂ 200 താഴെ ആയിരിക്കണം. ട്രൈഗ്ലിസറൈഡ്സ് ആണെങ്കിൽ 150 താഴെ. HDL മോർ ദാൻ 50, അതായത് ഇറ്റ് ഈസ് എ ഗുഡ് കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ ആണത്. പിന്നെ LDL ബാഡ് കൊളസ്ട്രോൾ ആണ്, അതുകൊണ്ട് അത് 100 താഴെ ആയിരിക്കണം. പിന്നെ തൈറോയിഡ് ലെവൽസിൽ വരുവാണെങ്കിൽ നമുക്ക് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റിൽ T3 ഉണ്ട്, T4, പിന്നെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. T3 ആണെങ്കിൽ 0.8 മുതൽ 1.8 വരെ വരാം. പിന്നെ T4 ആണെങ്കിൽ 5 മുതൽ 12.2. പിന്നെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണെങ്കിൽ 0.3 to 5.2.
തീർച്ചയായും ഇങ്ങനെയൊക്കെ കൃത്യമായ അളവുകളൊക്കെ ഉണ്ട്. പക്ഷെ പല ആളുകളും രോഗികളായിട്ടുള്ളവർ ആശുപത്രിയിൽ വരുമ്പോൾ പറയാറുള്ള ഒരു കാര്യം, മാഡം എനിക്ക് ഏറ്റവും വില കുറഞ്ഞ ടെസ്റ്റ് മതി. അത്തരത്തിൽ ചില പരാമർശങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ആളുകൾ അങ്ങനെ പറയുക? അതുകൊണ്ട് അത്തരം ടെസ്റ്റുകൾ, അതായത് പണം താരതമ്യേന കുറവുള്ള ടെസ്റ്റുകൾ നടത്തുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടോ? ഇല്ല, അതിൽ നിന്നും നമുക്ക് ഗുണമൊന്നും ഇല്ല. കാരണം നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ രോഗം നിർണയിക്കുകയാണ്. അപ്പൊ രോഗം നിർണയിക്കണമെങ്കിൽ നമ്മൾ കുറഞ്ഞ ടെസ്റ്റ് അല്ല നോക്കേണ്ടത്, വില കൂടിയതാണെങ്കിലും നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. തീർച്ചയായും. അങ്ങനെയെങ്കിൽ മറ്റൊരു ചോദ്യത്തിലേക്ക്, ക്ഷമിക്കണം, മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് എലീസ ടെസ്റ്റ്. എന്താണ് എലീസ ടെസ്റ്റ്? എന്താവശ്യത്തിനാണ് അത് ഉപയോഗിക്കുന്നത്? എലൈസ എന്നത് ഒരു ചുരുക്കനാമമാണ്. വിപുലീകരിച്ച് പറയുകയാണെങ്കിൽ എലൈസ എന്നാൽ എൻസൈം ലിങ്ക്ഡ് ഇമ്യൂണോസോർബന്റ് ആസേ. ഈ ടെസ്റ്റിലൂടെ രോഗികളുടെ സാമ്പിളിലെ പ്രതിരക്ഷോത്തേജ വസ്തു, അതായത് ആന്റിജൻ അല്ലെങ്കിൽ ദോഷവസ്തുക്കളുടെ വീര്യം കെടുത്തുന്ന വസ്തു, അതായത് ആന്റിബോഡി എന്നിവയുടെ സാന്നിധ്യം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്നു. ഈ ടെസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രത്യേകമായ ആന്റിബോഡീസ് ആണ്. ഇവകൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വസ്തുക്കൾ സാമ്പിളിൽ ഉണ്ടെങ്കിൽ, അതായത് ആന്റിജൻ അല്ലെങ്കിൽ ആന്റിബോഡി, അതുമായി കൂടിച്ചേർന്ന് ഒരു പ്രത്യേക നിറം തരുന്നതാണ്. ഈ നിറത്തിന്റെ അളവിൽ നിന്നും നമുക്ക് നേരത്തെ പറഞ്ഞ വസ്തുക്കളുടെ അളവും തിരിച്ചറിയാൻ പറ്റുന്നു. അതുകൊണ്ട് രോഗികളിൽ ഈ രോഗത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എലൈസ രോഗം ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. ഡോക്ടർ, അങ്ങനെയെങ്കിൽ രക്തദാനത്തിന് വരുമ്പോൾ തയ്യാറായി വരുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? രക്തദാനത്തിന് മെയിനായിട്ട് പൊതുവെ നമ്മൾ പറയുന്നത് ഒരു വയസ്സ് ഉണ്ട്, ഒരു വയസ്സ് ഗ്രൂപ്പ്, അതായത് 18 വയസ്സ് മുതൽ 55 വയസ്സ് വരെ മരുന്നുകളൊന്നും എടുക്കാത്ത ആരോഗ്യമുള്ള ആർക്കും രക്തം ദാനം ചെയ്യാം. പിന്നെ വെയിറ്റ് നോക്കുവാണെങ്കിൽ ഒരു 45 കിലോ മുതൽ വെയിറ്റ് ഉള്ളവർക്ക്, അതായത് സ്ത്രീ പുരുഷ ഭേദം അങ്ങനെയൊന്നും വ്യത്യാസമില്ല, അവർക്കും രക്തദാനം ചെയ്യാവുന്നതാണ്. പിന്നെ പ്രത്യേക അസുഖങ്ങൾ, സാധാരണഗതിയിൽ കാണുന്ന പ്രമേഹം, രക്തസമ്മർദ്ദം, വൃക്ക സംബന്ധമായ അസുഖങ്ങൾ, ഹൃദ്രോഗം, ഇതൊന്നും ഇല്ലാത്ത ആർക്ക് വേണമെങ്കിലും രക്തം ദാനം ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ജോണ്ടിസ്. മിക്കവർക്കും സംശയമുള്ള ഒരു അസുഖം. മഞ്ഞപ്പിത്തം വരുന്നവരെ വർഷങ്ങളോളം നമ്മൾ രക്തം ദാനം ചെയ്യുന്നത് ഒഴിവാക്കും. കാരണം ചില പ്രധാനമായ അസുഖങ്ങൾ, ഉദാഹരണത്തിന് ഹെപ്പറ്റൈറ്റിസ് ബി, രക്തത്തിലൂടെ പകരാൻ സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനത്തെ വരെ ഒഴിവാക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, രക്തദാനം ചെയ്യുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് തലേ ദിവസം അധികമായ വെള്ളവും കുടിച്ചിട്ട് വരുന്നത് നല്ലതായിരിക്കും. കാരണം BP താന്നു പോകാതെ ഇത് സഹായിക്കും. പിന്നെ കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ 24 മണിക്കൂർ മുമ്പ് വരെ ഒഴിവാക്കണം. പിന്നെ രാത്രിയിൽ നല്ലപോലെ ഉറങ്ങുക, ശരീരത്തിന് നല്ല വിശ്രമം നൽകുക. പിന്നെ രക്തദാനത്തിന് വരുന്നതിന് മുമ്പ് 3 മണിക്കൂർ മുമ്പ് തന്നെ ഭക്ഷണം കഴിച്ചിരിക്കുന്നതാണ് നല്ലത്. പിന്നെ മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ 12 മണിക്കൂർ മുമ്പ് വരെ മദ്യം എടുക്കാൻ പാടില്ല. തലേദിവസം പുകവലിയും പാടില്ല രക്തദാനം ചെയ്യുകയാണെങ്കിൽ. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി കേൾക്കാം മനോഹരമായ ഗാനം. അറിയാം പറയാം, ഇമ്പമോട് കേൾക്കാം. തിരികെ എത്താൻ ശ്രോതാക്കളെ ഡോക്ടേഴ്സ് ലൈവിലേക്ക്. ചെത്തിപ്പുഴ സെന്റ് തോമസ് ഹോസ്പിറ്റലും റേഡിയോ മീഡിയ വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തത്സമയ ജനകീയ ആരോഗ്യ പരിപാടി തുടരുന്നു. ഡോക്ടേഴ്സ് ലൈവിൽ തത്സമയം നമ്മളോടൊപ്പം ഡോക്ടർ ആശ അസീസ്. ഡോക്ടർ, നമ്മൾ വിശദമായി ലാബ് ടെസ്റ്റുകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, സാധാരണ നാട്ടിൽ കൂണ് പോലെ ധാരാളം ലാബുകൾ മുളച്ചു പൊങ്ങുന്നുണ്ട്. എന്തുകൊണ്ട് ചെത്തുപുഴ സെന്റ് തോമസ് ഹോസ്പിറ്റൽ പോലെ അന്തർദേശീയ നിലവാരമുള്ള ഒരു ഹോസ്പിറ്റലിൽ, ഒരു ലാബ് ടെസ്റ്റ് സെന്ററിൽ നമ്മൾ രക്തമാണെങ്കിലും മൂത്രമാണെങ്കിലും ടെസ്റ്റ് ചെയ്യണം? ബ്ലഡ് ടെസ്റ്റുകളുടെ ചാർജ് നോക്കിയായിരിക്കരുത് ഒരു രോഗി ലാബ് തെരഞ്ഞെടുക്കേണ്ടത്. കാരണം 75% തീരുമാനങ്ങളും ഡോക്ടർമാർ ലാബ് റിസൾട്ടുകളിൽ കൂടെയാണ് ആസ്പദമാക്കിയാണ് രോഗം നിർണയിക്കുന്നത്. അതുകൊണ്ട് അന്തർദേശീയ നിലവാരമുള്ള, അതായത് അംഗീകരിക്കപ്പെട്ട ലാബുകൾ വേണം തെരഞ്ഞെടുക്കാൻ. ഉദാഹരണത്തിന് ISO സർട്ടിഫിക്കേഷൻ ഇതുള്ള ലാബുകൾ. ഇവകൾ പൊതുവെ സാങ്കേതികമായി യോഗ്യതയുള്ളതും അതുപോലെ കൃത്യമായിട്ടുള്ള ഹൈ ക്വാളിറ്റി റിസൾട്ട്സും കാലിബ്രേഷൻ രേഖകളും നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് സർട്ടിഫൈഡ് ലാബുകളുടെ റിസൾട്ട്സ് രോഗികൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ തൃപ്തികരവുമാണ്.
മാഡം, അങ്ങനെയെങ്കിൽ പുറത്തുനിന്ന് വരുന്നവർക്ക് ഈ ടെസ്റ്റുകൾ നടത്താൻ ചെത്തുപുഴ സെന്റ് തോമസ് ഹോസ്പിറ്റലിൽ സാധ്യമാവുമോ? അതിനുള്ള അവസരം അവർക്ക് ലഭിക്കുമോ? പുറമെയുള്ള ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം രക്തപരിശോധനയ്ക്ക് വരുന്ന രോഗികളുണ്ട് ചെത്തിപ്പുഴ ആശുപത്രിയിൽ. പക്ഷെ അവർക്ക് പരിശോധനകൾക്കൊന്നും നിയന്ത്രണമൊന്നും തന്നെ ഇല്ല. ഈ ആശുപത്രിയിലെ ലാബ് ടെസ്റ്റുകളുടെ ചാർജ് തന്നെയാണ് പുറത്തുനിന്നും വരുന്ന രോഗികൾക്കും നമ്മൾ ഈടാക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് ചാർജ് വർധനവോ അങ്ങനെയൊന്നുമില്ല? പ്രത്യേക ചാർജുകളോ പുറത്തുനിന്ന് ഉള്ളവരോട് പ്രത്യേക സമീപനമോ അങ്ങനെയൊന്നുമില്ല? ഇല്ലില്ല. അപ്പോൾ ശ്രോതാക്കളെ, നമുക്ക് ഈ വിഷയത്തിൽ സമഗ്രമായ അറിവ് നൽകാൻ നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ ആശ അസീസ്. മേഡം പത്തോളജി ഡിപ്പാർട്ട്മെന്റിലെ ഹെഡാണ്. ഇവിടെ എത്താൻ മനസ്സ് കാണിച്ചതിന് ഒത്തിരി നന്ദി. നമ്മുടെ ചർച്ച തുടരും ഒരു പാട്ട് കേട്ടതിനു ശേഷം. അറിയാം പറയാം, ഇമ്പമോടെ കേൾക്കാം. തിരികെ എത്താം ശ്രോതാക്കളെ ഡോക്ടേഴ്സ് ലൈവിലേക്ക്. ചെത്തുപുഴ സെന്റ് തോമസ് ഹോസ്പിറ്റലും റേഡിയോ മീഡിയ വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തത്സമയ ജനകീയ ആരോഗ്യ പരിപാടി തുടരുന്നു. ഡോക്ടേഴ്സ് ലൈവിൽ തത്സമയം നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ ആഷ അസീസ്. പത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഡോക്ടർ ഇവിടെ എത്തിയിരിക്കുന്നത്. ഡോക്ടർ, നമുക്ക് വളരെ വ്യാപകമായ അർത്ഥത്തിൽ നമ്മളുടെ ചർച്ച നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഏറെ വൈകിയിരിക്കുന്നു. പക്ഷേ സമഗ്രമായ ചർച്ചയ്ക്ക് ഇനിയും പല ചോദ്യങ്ങളും ആവശ്യമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മൂത്രവും മലവും ഒക്കെ പരിശോധനയ്ക്കായി കൊണ്ടുവരുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? മൂത്ര പരിശോധനയ്ക്കായി ഡോക്ടർ നിർദ്ദേശിക്കുന്ന രോഗികൾ അവരെന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിർദ്ദേശിക്കുന്ന ഡോക്ടറോട് ഉടൻ തന്നെ അറിയിക്കേണ്ടതാണ്. കാരണം ചില മരുന്നുകൾ മൂത്ര പരിശോധനാ ഫലത്തെ ബാധിക്കാം. പിന്നെ പലതരത്തിലുള്ള മൂത്ര പരിശോധനകളുണ്ട്. എന്നാൽ പല പരിശോധനകൾക്കും ആവശ്യമായി വരുന്ന മൂത്രത്തിന്റെ അളവും വ്യത്യസ്തമായിരിക്കും. ചിലതിന് 10 ml വരെ മതിയായിരിക്കും. പക്ഷെ ചിലതിന് 20 ml വരെ അളവ് വേണ്ടിവരുന്ന മൂത്ര പരിശോധനകളും ഉണ്ട്. സാധാരണയായി ചെയ്യുന്ന യൂറിൻ റൂട്ടീൻ ടെസ്റ്റുകൾ, പിന്നെ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ്, ഇവകൾക്കെല്ലാം ശുദ്ധമായ രാവിലത്തെ ആദ്യത്തെ സാമ്പിൾ ആണ് ഉത്തമം. എന്നാൽ യൂറിൻ കൾച്ചർ ആണെങ്കിൽ രാവിലത്തെ ആദ്യത്തെ സാമ്പിൾ തന്നെ വേണം ടെസ്റ്റിന് കൊണ്ടുവരാൻ. മാഡം, ഇവിടെ ഈ ടെസ്റ്റുകളൊക്കെ റിപ്പോർട്ടുകൾ എപ്പോഴാണ് കിട്ടുന്നത്? പലർക്കും അറിയാൻ മേലാത്ത ഒരു സംശയമാണിത്. കാരണം പലരും വളരെയധികം സംശയത്തോടെയാണ്. ചില ടെസ്റ്റുകൾക്ക് പെട്ടെന്ന് കിട്ടുമെന്ന് പറയും, ചിലത് 2 ദിവസം എടുക്കുമെന്ന് പറയും. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മിക്ക ടെസ്റ്റുകളുടെയും റിസൾട്ട് 2 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ലഭിക്കുന്നതാണ്. ഒരാഴ്ചയോ അതിൽ കൂടുതൽ സമയമോ എടുക്കുന്ന ചില ടെസ്റ്റുകളും ഉണ്ട്. ഉദാഹരണത്തിന് ബയോപ്സി റിസൾട്ട്സ്. ഇത് 5 തൊട്ട് 7 ദിവസം വരെ താമസം വരാം, ചെറിയ ബയോപ്സി സാമ്പിൾ ആണെങ്കിൽ. പിന്നെ വലിയ ബയോപ്സി സാമ്പിൾ ആണെങ്കിൽ അതിലും കൂടുതൽ സമയം എടുക്കാം. പിന്നെ റുട്ടീൻ കൾച്ചർ ടെസ്റ്റുകൾ, മൂത്രത്തിൽ പഴുപ്പ് പോലുള്ള അസുഖങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകൾ. ഇതിന്റെ റിസൾട്ട് മിനിമം 3 ഡേയ്സ് വേണ്ടിവരും. പിന്നെ നമ്മുടെ ലാബിൽ ചെയ്യാത്ത ചില പ്രത്യേകമായ ടെസ്റ്റുകളാണെങ്കിൽ അത് വെളിയിൽ പരിശോധനയ്ക്കായി കൊടുക്കുമ്പോൾ 10 അതിൽ കൂടുതലോ ദിവസങ്ങൾ വേണ്ടിവരാം. തീർച്ചയായും അങ്ങനെ സമയം വളരെയധികം ആവശ്യം വരുന്ന ടെസ്റ്റുകളുമുണ്ട്. അതല്ലാതെ വളരെ വേഗത്തിൽ ലഭിക്കുന്ന ടെസ്റ്റുകളുമുണ്ട്. പല ശ്രോതാക്കളും രോഗികളായിട്ട് വരുന്നവരൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടാറുണ്ട്. എങ്കിലും ശ്രോതാക്കളെ അറിയുക, ഇതിന്റെ ലാബിന്റെ കൃത്യമായ നടത്തിപ്പിന് വേണ്ടിയും ലാബ് ടെസ്റ്റുകളുടെ കൃത്യതയ്ക്ക് വേണ്ടിയുമാണ് സമയം ലാഗ് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു രോഗിയെ ബുദ്ധിമുട്ടിക്കണം എന്ന് കരുതിയല്ല. ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 90.8 റേഡിയോ മീഡിയ വില്ലേജിൽ ഡോക്ടേഴ്സ് ലൈവ്. ഡോക്ടേഴ്സ് ലൈവ് തുടരും ഒരു പാട്ട് കേട്ടതിന് ശേഷം. അറിയാം പറയാം, ഇമ്പമോടെ കേൾക്കാം. തിരികെ എത്താം ശ്രോതാക്കളെ ഡോക്ടേഴ്സ് ലൈവിലേക്ക്. ചെത്തുപുഴ സെന്റ് തോമസ് ഹോസ്പിറ്റലും റേഡിയോ മീഡിയ വില്ലേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തത്സമയ ജനകീയ ആരോഗ്യ പരിപാടി തുടരുന്നു. ഡോക്ടേഴ്സ് ലൈവിൽ തത്സമയം നമ്മളോടൊപ്പം ഡോക്ടർ ആഷ അസീസ്. പത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഡോക്ടർ തത്സമയ സംഭാഷണത്തിനായി 90.8 റേഡിയോ മീഡിയ വില്ലേജിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഡോക്ടർ, നമുക്ക് സമയമൊക്കെ അവസാനിക്കാറായിരിക്കുന്നു. 1 മണിക്കൂർ സമയത്തോളമായി നമ്മൾ വിശദമായി ലാബ് ടെസ്റ്റുകളെ കുറിച്ച് സംസാരിച്ചു. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ശ്രോതാക്കളോട് ഡോക്ടറിന് പങ്കുവെക്കാനുള്ള സന്ദേശം എന്താണ്? പണ്ടത്തെ കാലം അപേക്ഷിക്കുകയാണെങ്കിൽ ഇന്ന് പ്രായഭേദമന്യേ ഏത് വ്യക്തികൾക്കും പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെടാറുണ്ട്. പണ്ട് ഇത്രയും വലിയ സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് കുറച്ച് രോഗങ്ങൾ അപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ ആ അവസ്ഥ മാറി. ഇന്ന് ഇത്രയും അഡ്വാൻസ്ഡ് ടെക്നിക്സ് ഉള്ളപ്പോൾ നമ്മൾ തീർച്ചയായും ഡോക്ടർ നിർദ്ദേശിക്കുന്ന ലാബ് ടെസ്റ്റുകൾ ചെയ്യാൻ നിർബന്ധിതരാണ്. ഇത് രോഗിക്ക് തീർച്ചയായും ഗുണം ചെയ്യുകയും അവർക്ക് തക്ക സമയത്ത് വേണ്ട ചികിത്സ നമുക്ക് നൽകാൻ സാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ലാബ് ടെസ്റ്റുകൾ അനിവാര്യമാണ്.
ഡോക്ടർ ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാബ് ടെസ്റ്റുകളൊക്കെ നടത്തുന്നതിൽ എന്തെങ്കിലും സങ്കീർണതയുണ്ടാവാൻ സാധ്യതയുണ്ടോ? ആ ചോദ്യം കൂടി ചോദിച്ചാലേ നമ്മളുടെ ചർച്ച സമഗ്രമാവൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലാബ് പരിശോധനയിലെ സങ്കീർണതയെപ്പറ്റി പറയുകയാണെങ്കിൽ മിക്ക രോഗികൾക്കും ഉള്ള ഒരു സംശയമാണ്. ആദ്യം ഡോക്ടർ കാണുമ്പോൾ കുറച്ച് ടെസ്റ്റിന് എഴുതുന്നു, പിന്നെ റിസൾട്ടുമായി പോകുമ്പോൾ വീണ്ടും അടുത്ത ടെസ്റ്റ് കൂടി പറയുന്നു. ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ രോഗിയുടെ രോഗനിർണയത്തിന് വേണ്ടി തന്നെയാണ്. പല രോഗങ്ങൾക്കും ഒരേ രോഗലക്ഷണങ്ങൾ കാണിക്കാൻ കഴിയും. ഉദാഹരണത്തിന് തലവേദന, തലകറക്കം. ഇത് രക്തസമ്മർദ്ദമുള്ളവർക്കും BP താഴുന്നവർക്കും പിന്നെ തലച്ചോറിൽ മുഴയുള്ളവർക്കും വരെ കാണാം. ഇവയെല്ലാം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ഡോക്ടർ ചിലപ്പോൾ ആദ്യം ലളിതമായ ടെസ്റ്റ് നിർദ്ദേശിക്കാം. പിന്നെ ലാബ് ടെസ്റ്റിന് അനുസരിച്ചായിരിക്കും അടുത്ത ടെസ്റ്റുകൾ വല്ലതും വേണ്ടി വരുമോ എന്ന് ഡോക്ടർ തീരുമാനിക്കുന്നത്. തീർച്ചയായും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് അതിനോടൊക്കെ സമരസപ്പെടാനും ടെസ്റ്റുകളൊക്കെ ചെയ്യാനുമുള്ള മനസ്സ് കാണിക്കാം. അതൊരു പക്ഷേ നമ്മളുടെ ജീവിതത്തെ, രോഗനിർണയത്തെയൊക്കെ നന്നായി സഹായിക്കും. ഡോക്ടർ ഇവിടെ എത്താൻ മനസ്സ് കാണിച്ചതിന് ഒത്തിരി നന്ദി. ശ്രോതാക്കളെ, ഡോക്ടേഴ്സ് ലൈവിന് അനുവദിച്ച സമയം അവസാനിക്കാറായിരിക്കുന്നു. ഡോക്ടേഴ്സ് ലൈവിൽ തത്സമയം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ആഷ അസീസ്. താങ്ക് യു വെരി മച്ച് മാഡം, ഇവിടെ എത്താൻ മനസ്സ് കാണിച്ചതിന്. സാങ്കേതിക സഹായം നൽകിയത് കെ വിപിൻ രാജാണ്. സർഗാത്മക സഹായം നൽകിയത് ചെത്തുപുഴ സെന്റ് തോമസ് ഹോസ്പിറ്റലിന്റെ PRO ആദരണീയനായ പോളാണ്. ഇവർക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വിട പറഞ്ഞു പിരിയുന്നു. നിങ്ങളുടെ സ്വന്തം സബി. അറിയാം, പറയാം, ഇമ്പമോടെ കേൾക്കാം.